കൂത്താട്ടുകുളം ദേവമാത ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിലെ ചികിത്സാ പിഴവ് മൂലം 10 മാസക്കാലം അബോധാവസ്ഥയിലായിരുന്ന അബിൻ്റെ മരണത്തോടെ പറപ്പമുറ്റാത്ത 2 കുട്ടികളടങ്ങുന്ന ഈ കുടുംബം കടുത്ത ദാരിദ്ര്യത്തിലായി. എൻ്റെ അച്ഛനും മോനും ഇത് കാരണം കിടപ്പായി പോയി. എനിക്കറിയത്തില്ല എന്നാ ചെയ്യേണ്ടത്. ഇനി ആർക്കും ഇങ്ങനെ വരുത്തരുത്. 2016 മെയ് മാസം 17-ാം തീയതിയാണ് മലദ്വാരത്തിലുണ്ടായ ചെറിയ കുരുവ് നീക്കം ചെയ്യുന്നതിന് ആവശ്യമായി ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയത്. തുടർന്ന് ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും മറുപടികളൊന്നും ലഭിക്കാത്തതിനെ തുടർന്ന് അബിൻ്റെ സഹോദരി ഐസിയുവിലേക്ക് തള്ളിക്കയറിയപ്പോൾ കണ്ട കാഴ്ചയെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരം. ഇച്ചിരി കൂടുതലുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു ഞങ്ങൾക്ക് കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവർ ഡോറ് തുറന്നു വഴി ഞാൻ ചാടി കയറിയപ്പോൾ ഇങ്ങനെ കിടന്ന് പൊങ്ങുക, അവൻ എടുത്തു പൊങ്ങുക ചാടി. നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോരാടുമെന്ന് ഈ കുടുംബം പറയുന്നു. നീതി ലഭിക്കണമല്ലോ, നീതി ലഭിക്കാതിരിക്കാൻ പറ്റത്തില്ല. എങ്ങനെ നീതി ലഭിക്കാതിരിക്കുന്നേ? കിട്ടണം. കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ നീതിക്ക് വേണ്ടി എവിടെ വേണേലും പോകും. 10 മാസക്കാലം കേരളത്തിലെ വിവിധ ആശുപത്രിയിൽ അബിൻ്റെ ചികിത്സയ്ക്കായി 20 ലക്ഷം രൂപയോളം ഇവർക്ക് ചിലവാകുകയും ചെയ്തു. ഇതോടെ ഈ കുടുംബം കടുത്ത കടബാധ്യതയിലും ഏറി. ചികിത്സാ പിഴവിൽ ഒരു യുവാവിൻ്റെ ജീവിതം നഷ്ടപ്പെട്ടപ്പോൾ അനാഥരായ കുടുംബത്തിൻ്റെ കണ്ണുനീരാണ് നമ്മൾ ഈ കണ്ടത്. ഈ കണ്ണുനീരിന് ഫലം കാണുമോ? ഇതാണ് എല്ലാ ജനങ്ങളും കാതോർത്തിരിക്കുന്നത്. VS ഹൈദർലി, റിപ്പോർട്ടർ, ഇടുക്കി.